നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UTI അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും നമ്മൾ കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് UTI എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഇത് വരാനുള്ള ചാൻസസ് കുറവാണ്, എന്നാലും വരാം. സ്ത്രീകളിലാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രീ ടൈംസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം നോക്കുന്ന സമയത്ത് സ്ത്രീകളിലെ മൂത്രവാഹിനി കുഴലിൻ്റെ നീളം കുറവാണ്. അതുപോലെ തന്നെ യോനി ഭാഗവും മലദ്വാരവും ഏകദേശം അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് കൂടുതലായിട്ടും യോനി ഭാഗത്തോട്ടൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. പ്രധാനമായിട്ടും ഇത് രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. അപ്പർ UTI എന്നും ലോവർ UTI എന്നും. അപ്പർ UTI എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് കിഡ്നിയും അതുപോലെ തന്നെ യുറേറ്ററും ആണ് കൂടുതലായിട്ടും ഇൻവോൾവ് ആവുന്നത്. ലോവർ UTIൻ്റെ കേസ് നോക്കുന്ന സമയത്ത് യൂറിനറി ബ്ലാഡറും യുറേത്രയും, അതായത് മൂത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗവും അതിന് താഴോട്ടുള്ള ഒരു ഓപ്പണിങ്ങുമാണ് കൂടുതലായിട്ടും ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഒരു അപ്പർ UTI ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. കാരണം അവിടെ കിഡ്നീൻ്റെയും കൂടി ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് UTI എന്ന് പറയുന്ന ഒരു അസുഖം അത്ര നിസ്സാരക്കാരനായിട്ടുള്ള ഒരു അസുഖമല്ല. നമുക്കത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം UTI വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സിംറ്റംസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ UTI പേഷ്യൻസ് കൂടുതലും അവർ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ചില സിംറ്റംസ് പറയാറുണ്ട്. അതായത് മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോവുക, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, മൂത്രത്തിന് നല്ല രീതിയിലുള്ള കളർ ചേഞ്ച് ഉണ്ടാവുന്നു, ഇതൊക്കെ അവർ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ശക്തമായിട്ടുള്ള പനി ഉണ്ടാവാം, ഒരു വിറയലോട് കൂടിയിട്ടുള്ള പനി അനുഭവപ്പെടാം, നടുവേദന, പുറം ഭാഗത്തു നിന്നൊക്കെ കൂടുതലായിട്ട് വേദന, അതുപോലെ തന്നെ കാല് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള പെയിനൊക്കെ അവരിൽ കൂടുതലായിട്ടും കണ്ടുവരാം. അതുപോലെ തന്നെ ഛർദി, രാവിലെ സമയത്തൊക്കെ ഛർദി, പനി കൂടുതലും രാത്രി സമയത്തായിരിക്കും. അങ്ങനെ പല രീതിയിലായിട്ട് സിംറ്റംസ് UTI ഉള്ള പേഷ്യൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ UTI വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയുള്ള സിംറ്റംസ് വന്നു, അപ്പോൾ ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ യൂറിൻ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്കതിനകത്ത് യൂറിൻ കൾച്ചറിൽ വഴി എത്രത്തോളം ബാക്ടീരിയാസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യൂറിൻ അനാലിസിസ് അതിനുശേഷം നമുക്കതും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ESR നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇപ്പോൾ ഒരു കിഡ്നി പേഷ്യൻസ് ഒക്കെ ആവുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിയാറ്റിനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പം പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് USG വഴി അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ ഭാഗമായിട്ട് നമുക്ക് UTI വരാം അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, CT സ്കാനൊക്കെ വഴി കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ടും ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ UTI വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു ആനൽ റീജിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യോനി ഭാഗമൊന്നും ഒരിക്കലും ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നീർവീക്കം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഈ ഒരു യൂറിനറി ബ്ലാഡറിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിക്കഴിഞ്ഞാൽ ബ്ലാഡറിൽ നിന്ന് വരുന്ന ആ ഒരു ട്യൂബ് എന്തായിരിക്കും, കുറച്ച് കംപ്രസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രോസ്റ്റേറ്റ് പേഷ്യൻസിൽ നമ്മൾ കൂടുതലും യൂറിൻ റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഒക്കെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോസ്റ്റേറ്റിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പുരുഷന്മാരൊന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കാം. അതുപോലെ തന്നെ സ്ത്രീകളെടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ ഈസ്ട്രജൻ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൂടുതൽ മെനാപ്പോസ് എത്തുന്ന സമയത്ത്, ആർത്തവ വിരാമ സമയങ്ങളിൽ അവരിൽ ഈസ്ട്രജൻ കുറയുകയും അത് ഈ ഒരു UTI പ്രോബ്ലംസിന് കാരണമാവാറുണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള മാനേജ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം എടുക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെ UTI വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പം സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. ഒരു ഇളം ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇന്ദുപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം. UTI വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഒരു റീസണാണ്. അതുപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ നമ്മൾ കാണുന്നൊരു കണ്ടീഷനാണ് UTI എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ പല രീതിയിൽ വരുന്ന കാരണങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആകുന്ന സമയത്ത് വാഷ് ചെയ്യുന്നത് പ്രോപ്പർ അല്ലെങ്കിലൊക്കെ അവരെ നമ്മൾ പെട്ടെന്ന് ഈ KG ക്ലാസ്സിലോട്ടോ അല്ലെങ്കിൽ അംഗൻവാടികളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഹൈജീൻ കീപ്പ് ചെയ്താണ് കുഞ്ഞുങ്ങളെ കഴുകുന്നതെങ്കിൽ
ഇങ്ങനെയുള്ള UTI ചെറിയ കുട്ടികളിൽ പോലും നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും ആ ഹൈജീനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ, അതായത് മെയിൽ ബേബീസിലൊക്കെ നമ്മൾ 6 മന്ത് ഒക്കെ ഉള്ള മെയിൽ ബേബീസിൽ നമ്മൾ എന്ത് കാണാറുണ്ട്? UTI കാണാറുണ്ട്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഫൈമോസിസ് ആണ്. ഫൈമോസിസ് വന്നു കഴിഞ്ഞാൽ മെയിൽ, അതായത് ആൺകുട്ടികളിൽ ഇങ്ങനെയുള്ളൊരു UTI പ്രോബ്ലംസ് കാണും. അവരിടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കും. ചിലപ്പോൾ 6 മന്ത് താഴോട്ടൊക്കെ കുഞ്ഞുങ്ങളിൽ നമ്മൾ കൂടുതൽ ഇത് കണ്ടുവരാം. അപ്പം അവർ കൂടുതലായിട്ടും ഇങ്ങനെ മൂത്രം ഉറ്റിട്ടായിട്ട് പോവുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് അവരിൽ കാണുന്ന പ്രശ്നങ്ങൾ. അപ്പം നിങ്ങൾ ചെറുപ്രായത്തിലെ തന്നെ ഫൈമോസിസിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, സർക്കംസിഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ UTI വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതലായിട്ട് ജങ്ക് ഫുഡുകൾ, സ്പൈസി ഫുഡുകൾ, ഇതെല്ലാം തന്നെ ട്രിഗറിങ് ഫാക്ടേഴ്സാണ്. അപ്പോൾ UTI വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നോൺ വെജ് കഴിക്കാം. പക്ഷേ ഇത് കൂടി കഴിഞ്ഞാലൊക്കെ ഇതൊരു ട്രിഗറിങ് ഫാക്ടർ ആകുകയും ഈ ബാക്ടീരിയാസിൻ്റെ, അതായത് നമുക്കറിയാം പല രീതിയിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് നടക്കും. ബാക്ടീരിയസിൻ്റെ ഗ്രോത്തിലൊക്കെ എന്തായിരിക്കും? മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രോത്തൊക്കെ കുറയാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാതിരിക്കുക. നല്ല പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈരോ മോരോ ഒക്കെ സംഭാരമൊക്കെ ആയിട്ട് നന്നായിട്ട് കുടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കണം. കൂവപ്പൊടിയിലുള്ള വെള്ളമൊക്കെ നിങ്ങൾ കുടിക്കുക, അല്ലെങ്കിൽ ബാർലിട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇളനീർ വെള്ളമൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ള ഫ്രൂട്ട്സുകൾ ഏതാണോ അത് മാക്സിമം കഴിക്കാം. ഇപ്പോൾ വാട്ടർമെലൺ, പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ളത് നല്ലതാണ്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. ഇപ്പം ഓറഞ്ച്, ലൈം, മുസമ്പി പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഒക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ചായ, കോഫി, അതുപോലെ തന്നെ കഫിനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറും. അപ്പം അത് പ്രധാനമായിട്ടും നിങ്ങളൊന്ന് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന UTIയും പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു AC റൂമിലിരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വിയർക്കാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ളൊരു ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുന്ന രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെജിറ്റബിൾസൊക്കെ ധാരാളം കഴിക്കുക, സാലഡ്സുകൾ ധാരാളം കഴിക്കുക. ഈ സമയത്ത് കൂടുതലായിട്ടും സോൾട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, ഡീഹൈഡ്രേഷന് കാരണമാവും. അതുകൊണ്ട് സാൾട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പരിധി വരെയൊക്കെ UTI വീട്ടിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വല്ലാണ്ട് അങ്ങ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.